മരണം നടന്നു എന്നുറപ്പായി കഴിഞ്ഞാൽ കണ്ണുകൾ സ്വാഭാവികമായും തുറന്നു കിടപ്പായിരിക്കും എന്ന് നമ്മൾ ഒരിക്കൽ വിശദീകരിക്കുകയുണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കാരണവും പറഞ്ഞു. ഇന്ന റൂഹ ഇദാ ഖുബിള തബിഅഹുൽ ബസറു. ആത്മാവ് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ, റൂഹ് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ദൃഷ്ടി അതിന്റെ പിന്നാലെ പോകും. മനുഷ്യന്റെ കണ്ണുകൾ ആ റൂഹിന്റെ പിന്നാലെയാണ് തുടരുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അങ്ങനെ കണ്ണുകൾ തുറന്നു കിടക്കുന്ന ഒരവസ്ഥയിലാണെങ്കിൽ ഉടനെ വേണ്ടത് കണ്ണുകൾ അടച്ചു പിടിക്കുകയാണ്. കുറെ സമയം കഴിഞ്ഞ് പിന്നെ കൺപോളകൾ അടക്കാൻ നിന്നാൽ അത് അടയുകയില്ല. അങ്ങനെ തന്നെ തുറന്നു കിടക്കുന്നത്, തുറച്ചു നോക്കുന്ന തുറക്കപ്പെട്ട കണ്ണുകളുമായി ഒരു മയ്യത്ത് നമ്മൾ കാണുന്നത് നമ്മെ വല്ലാതെ അലോസരപ്പെടുത്തും. അത് കാണുന്നവരുടെ മനസ്സിൽ ഒരു വല്ലാത്ത പ്രയാസമുണ്ടാക്കും. അതുകൊണ്ട് മയ്യത്ത് ആ നിലക്കുള്ള ഹുർമത്ത് അതിന് നിലനിൽക്കപ്പെടാൻ, ഒരു വൈകൃതം തോന്നിപ്പിക്കുന്ന ഒരു രൂപങ്ങളും ഉണ്ടാകാതിരിക്കാൻ ആവശ്യമായ ആദ്യ നിർദ്ദേശമാണ് കൺപോളകൾ അടച്ച് ആ കണ്ണ് കൂടുന്നതുവരെ അത് അടച്ചു പിടിച്ചുകൊണ്ടിരിക്കണം. അതറിയാതെ ജനാസയുടെ സമീപത്ത് ഹാജരായിട്ടും അതറിയാത്തതിന്റെ പേരിൽ എത്രയോ ആളുകൾ അങ്ങനെ കണ്ണുകൾ അടച്ചു പിടിക്കാതെ കുറെ കഴിഞ്ഞിട്ട് പിന്നെ ആളുകൾ വന്ന് കണ്ണുകൾ അടച്ചു പിടിക്കുമ്പോ ആ കൺപോളകൾ അടയൂല. അത് അങ്ങനെ തന്നെ ഉണ്ടാകും ഏതവസരത്തിൽ. അതില്ലാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയുകയുണ്ടായി. അതുപോലെ തന്നെ താടിയെല്ലുകൾ പരസ്പരം തുറന്നു കിടക്കുന്ന ഒരവസ്ഥയിലാണെങ്കിൽ, അഥവാ വായ തുറന്നു കിടക്കുന്ന അവസ്ഥയിലാണെങ്കിൽ രണ്ടു ഭാഗവും കൂട്ടി ഒരു തുണി കൊണ്ടോ നൂല് കൊണ്ടോ ഒക്കെ താടി, മേൽത്താടിയും കീഴ്ത്താടിയും കൂട്ടി കെട്ടേണ്ടതുണ്ട്. ഒരു സുന്നത്ത് എന്ന നിലക്കല്ല. സ്വാഭാവികമായും മരണ വേദനയുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളുമൊക്കെ വർണ്ണനാതീതമാണെന്ന് നമുക്കറിയാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഗൗരവം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും മരണം വളരെ നല്ല നിലയിലാക്കി തീർക്കുമാറാകട്ടെ. ആ അവസരത്തിൽ വായൊക്കെ തുറന്നു കിടക്കാനുള്ള ഒരു അവസ്ഥയാണ് കൂടുതലുമുള്ളത്. അതുകൊണ്ട് വായ തുറന്നു കിടക്കുന്നത്, ഒരു ജനാസ നമ്മൾ കാണുമ്പോ തുറക്കപ്പെട്ട വായയുമായി കാണുന്നത് തുറന്നു കിടപ്പുള്ള കണ്ണുകൾ കാണും പോലെ തന്നെ മനസ്സിനെ വല്ലാതെ അലോസരപ്പെടുത്തും. അതുണ്ടാകാൻ ഇടവരുത്തിക്കൂടാ. ചുറ്റും നിൽക്കുന്നവർ ശ്രദ്ധിക്കേണ്ടുന്ന രണ്ടാമത്തെ കാര്യമാണ്, വായ തുറന്നു കിടപ്പുണ്ടെങ്കിൽ അത് അടച്ചു പിടിക്കാൻ വേണ്ട സംവിധാനങ്ങൾ ചെയ്യണം എന്നത്. മൂന്നാമതായി ശ്രദ്ധിക്കേണ്ടത്, ജനാസ കുളിപ്പിക്കാനും കഫൻ ചെയ്യുന്നതിന്റെ ഒക്കെ മുന്നോടിയായി തന്നെ ജനാസയുടെ അവയവങ്ങൾ, അഥവാ മയ്യത്തിന്റെ അവയവങ്ങൾ ശരിക്ക് കൈകാലുകൾ മടക്കി നിവർത്തിക്കൊണ്ട് ഓരോന്നിന്റെയും കൃത്യമായ സ്ഥാനങ്ങളിലേക്ക് അവ മടക്കണം എന്നതാണ്. ജനാസ അതല്ലെങ്കിൽ ഈ സഹോദരൻ അല്ലെങ്കിൽ സഹോദരി മരണവേദനയുടെ പ്രയാസത്താൽ കൈകാലുകൾ ഇട്ടടിക്കും. കൈകാലുകൾ വളരെ പ്രതിസന്ധിയും അതുപോലെ തന്നെ കൂട്ടിപ്പിരിച്ചലുകളും പല രൂപത്തിലുള്ള പല പ്രയാസങ്ങളും പലപ്പോഴും ഉണ്ടായിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ ശരിയായി നീണ്ടു നിവർന്നു കിടക്കുന്ന ഒരു പരുവത്തിലായിക്കൊള്ളണം എന്നില്ല. ഒരുപക്ഷെ കൈ മടക്കി പിടിച്ച് കാലുകൾ മുട്ടുകുത്തി, അതല്ലെങ്കിൽ ആ രൂപത്തിലൊക്കെ ഒരു പ്രത്യേകമായ അവസ്ഥയിലാണെങ്കിൽ ബോഡി ശരിയായ നിലക്ക് നീണ്ടു നിവർത്തി കിടത്താൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിനെന്താണ് വേണ്ടത്? കൈകൾ ഇങ്ങനെ മടക്കുകയും നിവർത്തുകയും ചെയ്യുക. കുറച്ചു തവണ കൈകൾ ഇങ്ങനെ, മയ്യത്തിന്റെ കൈ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മടക്കി നിവർത്തി ശരിയായി നിർത്തുക. കാലൊരു പക്ഷേ ആ നിലക്കുള്ള രൂപത്തിലല്ലെങ്കിൽ അതും കൃത്യമായ നിലക്ക് കാലിന്റെ മുട്ടുമൊക്കെയായി ചേർത്ത് മടക്കുകയും നിവർത്തുകയും ഒക്കെ ചെയ്ത്, ഏപ്പുറപ്പുകൾ, മനുഷ്യന്റെ ശരീരത്തിലെ സന്ധികൾ അത് കുറച്ചു കഴിഞ്ഞാൽ പിന്നെ വളച്ചാൽ വളയുകയില്ല. മനുഷ്യന്റെ ബോഡിയുടെ ചൂടാറിക്കാൻ പിന്നീട് നമ്മൾ മടങ്ങിയിരിക്കുന്ന കൈകൾ മടങ്ങിയിരിപ്പ് തന്നെയായിരിക്കും. അത് ജനാസക്ക് കുളിപ്പിക്കുമ്പോഴും കഫൻ ചെയ്യുമ്പോഴും ഒക്കെ കാൽമുട്ടുകൾ നിലത്തൂന്നിക്കൊണ്ടോ അതല്ലെങ്കിൽ മുട്ട് ഉയർന്നു നിന്നുകൊണ്ടോ കൈ മടക്കിക്കൊണ്ടോ അല്ലെങ്കിൽ കൈ മറ്റേതെങ്കിലും ഭാഗത്തേക്കൊക്കെ ആയിക്കൊണ്ടോ ഒക്കെ ആണെങ്കിൽ പിന്നീട് ആ മയ്യത്തിനെ നമുക്ക് ആ നിലക്ക് കിടത്താൻ സാധിക്കില്ല.
അത് ശേഷമുള്ള ക്രിയകൾക്ക് പലതിനും തടസ്സമുണ്ടാക്കും. അതുകൊണ്ട് ആ നിലക്ക് അവയവങ്ങളൊക്കെ ശരിക്ക് നീട്ടി നിവർത്തി ശരിയായ നിലക്ക് ചെയ്യേണ്ടതുണ്ട്. ഇത് ഒക്കെ ഒരു സുന്നത്ത് എന്ന നിലക്കല്ല, ഇതൊക്കെ ഒരു ജനാസയോട് കാണിക്കേണ്ടുന്ന അതിന്റെ വൈകൃതം തോന്നിക്കാത്ത നിലക്കായിരിക്കണം. ആ ഒരു ഹുർമത്ത് മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാലും നിലനിർത്തപ്പെടേണ്ടതുണ്ട് എന്നതുകൊണ്ടാണത്. അതുപോലെ തന്നെ മരണം നടന്നാൽ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം, ആ വ്യക്തി മരണപ്പെടുന്ന നേരത്തുള്ള വസ്ത്രങ്ങൾ മുഴുവൻ അഴിച്ചു മാറ്റലാണ്. അത് മുഴുവൻ വളരെ നേർമ്മയോടുകൂടി അഴിച്ചു മാറ്റണം. വളരെ സ്പീഡിൽ പെട്ടെന്ന് അഴിച്ചു നീക്കലല്ല, വളരെ ശ്രദ്ധയോടുകൂടി ഒരു ജീവനുള്ള മനുഷ്യനോടാണ് ചെയ്യുന്നതെന്ന പരുവത്തിൽ ആ നിലയ്ക്ക് വളരെ നല്ല നിലയ്ക്ക് ആ ഹുർമത്ത് നിലനിർത്തിക്കൊണ്ട് ആ വസ്ത്രം ഊരിയെടുക്കുകയും പിന്നീട് ശരീരം മുഴുവൻ മൂടുന്ന ഒരു വസ്ത്രം കൊണ്ട് മൂടുകയുമാണ് ചെയ്യേണ്ടത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വഫാത്തായപ്പോൾ അവിടുന്ന് ധരിച്ചിട്ടുള്ള വസ്ത്രം ഊരിയെടുക്കപ്പെട്ടിട്ടില്ല. അത് അവിടുത്തെ പ്രത്യേകതയാണ്. അവിടുത്തെ ഔറത്ത് കാണുകയോ, ഒരിക്കൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്, കുളിപ്പിക്കുന്ന നേരത്ത് പോലും അവിടുത്തെ വസ്ത്രത്തിലായിക്കൊണ്ട് തന്നെയാണ് ഹബീബായ നബി തങ്ങളെ കുളിപ്പിച്ചിട്ടുള്ളത്. അപ്പോ സ്വാഭാവികമായി സാധാരണഗതിയിൽ മരണം നടന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ശരീരത്തിലെ വസ്ത്രം നീക്കിയിട്ട് ഒന്നാകെ മൂടുന്നൊരു വസ്ത്രം കൊണ്ട് പുതപ്പിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ വരകളുള്ള ഒരു പുതപ്പ് കൊണ്ട് നബിയെ ആകമാനം മൂടുകയുണ്ടായി എന്ന് നമുക്ക് ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ കേട്ടത്. മുമ്പ് നമ്മളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അന്ത്യദിനങ്ങൾ എന്ന വിഷയം പറഞ്ഞപ്പോൾ വിശദമായി പ്രതിപാദിച്ചതാണ്. ഇനി സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊന്ന്, ഇത് ഇഹ്റാമിലായിരിക്കെയാണ് ഒരാൾ മരണപ്പെട്ടതെങ്കിലോ, ഇഹ്റാമിലായിരിക്കെ എത്രയോ ആളുകൾ ഹാജിമാര് മരണപ്പെടാറില്ലേ? അങ്ങനെ അവരുടെ ബോഡി വെക്കുമ്പോ, അവരുടെ ശരീരം വെക്കുമ്പോ, അവരെ വസ്ത്രം കൊണ്ട് ആകെ മൂടുമ്പോ തല മൂടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഇഹ്റാമിൽ പ്രവേശിച്ച വ്യക്തിക്ക് തല മൂടാൻ പാടില്ലല്ലോ, തലമറക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ ജനാസ അങ്ങനെ കിടത്തുമ്പോഴും അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഇനി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഈ മരണം നടന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേറെ ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ മരണപ്പെട്ടു എന്ന വാർത്ത മറ്റുള്ള ആളുകളെ അറിയിക്കുന്നതിന്റെ ഇസ്ലാമിന്റെ വിധി എന്താണ്? ഇസ്ലാമികമായി ഇന്ന് ആ വിഷയത്തിൽ ആളുകൾ ഒരുപാട് ഇല്ലാത്ത ആചാരങ്ങൾ ചെയ്തുകൊണ്ട് നടക്കുന്ന ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഈ എന്ന് പറയുന്ന സമ്പ്രദായം വിരോധിച്ചിട്ടുണ്ട്. നഈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാഷയിൽ അതിന്റെ അർത്ഥം മരണവാർത്ത മറ്റുള്ളവരോട് അറിയിക്കലാണ്, അത് പരസ്യം ചെയ്യലാണ്. അതേ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ഒരാള് മരണപ്പെട്ട് കഴിഞ്ഞാൽ ജാഹിലിയ സമ്പ്രദായങ്ങളിൽ ഉണ്ടായിരുന്ന പലതും ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വരവോടുകൂടി അവിടുന്നതെല്ലാം വിരോധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സംസ്കാരം എന്താണ്? ഒരാളെ വിളിച്ചു പറയാൻ വേണ്ടി ഏൽപ്പിക്കുന്നു. വിളിച്ചു പറയാൻ വേണ്ടി ഒട്ടകപ്പുറത്തോ കഴുതപ്പുറത്തോ കുതിരപ്പുറത്തോ ഒരാളെ ഏൽപ്പിച്ചിട്ട് എല്ലാ സ്ഥലങ്ങളിലും മാർക്കറ്റുകളിലും അങ്ങാടികളിലും പോയിട്ട് ഇതാ ഇന്നയാള് മരണപ്പെട്ടിരിക്കുന്നു എന്ന് പറയുക മാത്രമല്ല, അയാൾക്ക് വേണ്ടി പ്രത്യേകമായ അയാളുടെ കുറെ അപദാനങ്ങൾ പാടുകയും അയാളെ സംബന്ധിച്ച് ഒരുപാട് പ്രശംസകൾ പറയുകയും അയാളുടെ മരണം മുഖേന ഈ സമുദായത്തിന് വലിയ, ഈ നാട്ടിന് വലിയ ആപത്താണ് സംഭവിച്ചിരിക്കുന്നത്, വലിയ മുസീബത്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നിങ്ങനെ ആ മരണപ്പെട്ട വ്യക്തിയുടെ ഗുണഗണങ്ങൾ പറയുകയും അതങ്ങനെ പരസ്യപ്പെടുത്തുകയും അതുപോലെ തന്നെ ഓരോ രൂപത്തിലുള്ള പ്രത്യേകമായ വിലാപ പ്രകടനങ്ങൾ, കരയുകയും കരയാനില്ലാത്തവർ കരച്ചിൽ അഭിനയിച്ചുകൊണ്ട് സംസാരിക്കുകയും അങ്ങനെ പല രൂപത്തിലാണ് ഈ സംസ്കാരങ്ങളൊക്കെ നിലനിന്നിരുന്നത്. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വാസ്തവത്തിൽ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ ബന്ധുക്കളെയും അതുപോലെ തന്നെ പരിചയക്കാരെയും ഒക്കെ മരണവാർത്ത അറിയിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടില്ല. അത് വിരോധിക്കപ്പെടേണ്ടുന്ന ഒരു സംഗതിയുമല്ല. കേവലം ഒരു അറിയിപ്പ് നൽകൽ, ഫോണിലൂടെയോ മറ്റോ വിളിച്ചു പറയൽ, അതല്ലെങ്കിൽ ഒരാൾ പോയിട്ട് വിവരം പറയൽ, അതൊന്നും ഇസ്ലാമിൽ വിരോധിച്ചിട്ടുള്ള സംഗതിയല്ല.
അതേ അവസരത്തിൽ നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നജ്ജാശി രാജാവ് മരണപ്പെട്ടു എന്ന വിവരം കിട്ടിയപ്പോൾ അങ്ങകലെ അബ്സീനിയയിൽ വെച്ച് നജ്ജാശി എന്ന് പറയുന്ന രാജാവ് മരണപ്പെട്ടിരിക്കുന്നു എന്ന വിവരം, ആ നാട്ടിലാണെങ്കിൽ മുസ്ലിമീങ്ങളുള്ള നാടല്ല, അവിടെ ആ മരണം നടന്ന വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അതാ അല്ലാഹു വഹീയിലൂടെ അറിയിച്ചു കൊടുത്തതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ മദീനയിൽ തന്നെ നടന്ന സംഗതിയാണെങ്കിലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാറുമില്ല. നിങ്ങൾ നോക്കൂ, നജ്ജാശി അവിടെ മരണം നടന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വഹീ കിട്ടുന്നു. ആ സഹോദരൻ നജ്ജാശി എത്യോപ്യയിൽ വെച്ച് അതല്ലെങ്കിൽ അബ്സീനിയയിൽ വെച്ച് മരണപ്പെട്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ആ മരണവാർത്ത അറിയിക്കുകയാണ്. മരണം നടന്ന ദിവസം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹു വിവരം കൊടുത്തു. അതല്ലാതെ അന്ന് ഫോണില്ലല്ലോ, മറ്റ് സംവിധാനങ്ങളില്ലല്ലോ, അല്ലാഹു വഹി അറിയിച്ചു കൊടുത്തതാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെയും കൂട്ടി സഹാബിമാരോട് ഈ വിവരം പറയുകയും സ്വഹാബത്തിനെയും കൂട്ടിയിട്ട് ആ നജാശിക്ക് വേണ്ടി ജനാസ നമസ്കാരം നിർവഹിക്കുകയും ചെയ്തു. ഇത് മറഞ്ഞ മയ്യത്തിന് വേണ്ടി ജനാസ നമസ്കരിക്കുന്നതിന് പല പണ്ഡിതന്മാരും തെളിവാക്കിയിട്ടുണ്ട്. സ്ഥലത്തില്ലാത്ത ജനാസക്ക് വേണ്ടി നമസ്കാരം നിർവഹിക്കുന്നതിന് ഇത് പലരും തെളിവാക്കിയിട്ടുണ്ട്. പക്ഷേ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരിടത്ത് വെച്ച് ജനാസ നമസ്കാരം നിർവഹിക്കപ്പെട്ടിട്ടുള്ള ഒരു മയ്യത്തിന് വേണ്ടി അവിടുത്തെ പ്രവാചകന്റെ ചരിത്രത്തിൽ മറ്റൊരു സ്ഥലത്ത് വെച്ച് ഒരിടത്ത് വെച്ച് നിസ്കാരം നടന്നിട്ടുള്ള ഒരു മയ്യത്തിന് വേണ്ടി നബി തങ്ങൾ നമസ്കരിച്ചിട്ടില്ല എന്നതാണ് പണ്ഡിതന്മാര് പലരും വിരുസംബദ്ധമായി നൽകിയ പ്രസ്താവനകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നജ്ജാശിക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചത് ഒരു സ്പെഷ്യൽ കേസാണ്. അത് പൊതുവെയുള്ള ഒരു കാര്യമല്ല. ലോകത്തെവിടെയും ആളുകൾ മരണപ്പെട്ടു എന്ന് കേട്ട് കഴിഞ്ഞാൽ അവിടെയൊക്കെ ജനാസ നമസ്കാരം നിർവഹിക്കപ്പെടേണ്ടതുണ്ടല്ലോ. ആ ജനാസ നമസ്കാരം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞാലും പുറം രാജ്യങ്ങളിലുള്ള ആളുകൾ ആ വിവരമറിഞ്ഞാൽ ആ മറഞ്ഞ മയ്യത്തിന് വേണ്ടി നമസ്കരിക്കേണ്ടതുണ്ട്. അങ്ങനെ നമസ്കരിക്കാവുന്നതാണ് എന്ന് ചില പണ്ഡിതന്മാർക്കൊക്കെ അഭിപ്രായമുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചരിത്രത്തിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നജ്ജാശിക്ക് വേണ്ടി അവിടെ ഒരു നമസ്കാരം നിർവഹിക്കപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ട് ഇവിടെ നബി തങ്ങൾക്ക് പ്രത്യേകമായി അറിയിപ്പ് കിട്ടുകയും സഹാബത്തിനെയും കൂട്ടി നമസ്കരിക്കുകയും ചെയ്തതാണ് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുള്ള പണ്ഡിതന്മാരുണ്ട്. അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമായതുകൊണ്ട് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇനി സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അതാ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മദീന പള്ളി അടിച്ചു വാരിയിരുന്ന, മദീനത്തെ മസ്ജിദ് അടിച്ചു വാരി വൃത്തിയാക്കിയിരുന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. ആ സഹോദരിയെ നബി തങ്ങൾ ഒരിക്കൽ പള്ളിയിൽ ചെന്നപ്പോൾ വൃത്തിയാക്കാൻ ആ സഹോദരി വന്ന് കാണാത്തത് കണ്ടപ്പോ നബി തങ്ങൾ അന്വേഷിക്കുകയാണ് അവരെവിടെ പോയി. അപ്പോഴാണ് സഹാബത്ത് പറയുന്നത്, മാത്തത്ത്, അവർ മരിച്ചുപോയി നബിയെ, അവരിന്നലെ മരണപ്പെട്ടു. ആ സമയത്തതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അഫലാ കുൻതും ആദൻതുമുനി, നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് വിവരം പറഞ്ഞില്ല, നിങ്ങൾ എന്തുകൊണ്ട് ആ മരണവാർത്ത എനിക്ക് തന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു. അപ്പൊ അതിൽ നിന്ന് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളുമായി ബന്ധമുള്ള ആളുകളോട്, അതുപോലെ തന്നെ ആ രൂപത്തിൽ ബന്ധപ്പെടാവുന്ന ആളുകൾക്ക് ആ മരണവാർത്ത അറിയിക്കുന്നത് തെറ്റായ സംഗതിയല്ല. ആ മരണവാർത്ത അവരോട് പറയുന്നതും തെറ്റായ സംഗതിയല്ല. അതേ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചത് എന്താണ്? നബി തങ്ങളുടെ കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇങ്ങനെ വാഹനപ്പുറത്തൊരാള് പറഞ്ഞേച്ച് അങ്ങാടികളിലൂടെ ഇങ്ങനെ വിളിച്ചു പറയിപ്പിച്ച് അയാളുടെ ഗുണഗണങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമ്പ്രദായം അന്നുണ്ടായിരുന്നു. അത് വിരോധിക്കപ്പെട്ട സംഗതിയാണ്. ഇന്നും അതാ നാടുകളിലൊക്കെ മരണം നടന്നു കഴിഞ്ഞാൽ ഇന്നതൊരു
ആചാരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മരണം നടന്നു കഴിഞ്ഞാൽ ഉടനെ അതാ ഒരു വാഹനം ഏർപ്പാട് ചെയ്യുന്നു, ഒരു അനൗൺസർ ഏർപ്പാട് ചെയ്യുന്നു. അങ്ങനെ അയാളതാ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനൗൺസ്മെന്റ് നടത്തുന്നു. അയാളും ഈ ജനാസയുമായിട്ട് ഒരു പക്ഷേ ഒരു ബന്ധവുമില്ല. അയാൾ ഒരു പ്രൊഫഷണൽ അനൗൺസറാണ്. അങ്ങനെ അയാൾ ഇങ്ങനെ അനൗൺസ് ചെയ്യുമ്പോ അത് കേൾവിക്കാർക്ക് ഇതൊരു ജനാസയാണെന്ന്, ജനാസയെ സംബന്ധിച്ചുള്ള അനൗൺസ്മെന്റ് ആണെന്ന് തോന്നിപ്പിക്കുന്ന നിലക്ക് അയാളുടെ മനസ്സിലില്ലാത്ത വികാരങ്ങൾ അയാൾ പ്രകടിപ്പിച്ചുകൊണ്ട് അയാൾ അനൗൺസ് ചെയ്യുന്നു. ഇന്ന് പലപ്പോഴും നാടുകളിൽ കാണുന്ന രൂപമാണത്. അയാൾ പറയും ഇന്നാൽ ഇന്ന വ്യക്തി മരണപ്പെട്ടു എന്നത് വ്യസന സമയത്ത് അറിയിക്കുന്നു. അയാൾക്ക് വ്യസനമില്ല, വ്യസനല്ലാതെ തന്നെയാണ് പലപ്പോഴും അയാൾ വ്യസന സമയത്ത് അറിയിക്കുന്നത്. അതുപോലെ തന്നെ പല കാര്യങ്ങളും പറയും. അങ്ങനെ വിളിച്ചു പറയാൻ വേണ്ടി വാഹനം ഏർപ്പാട് ചെയ്ത് അങ്ങനെ ഒരു അനൗൺസ്മെന്റ് നടത്തുന്ന ഒരു സമ്പ്രദായം ഒഴിവാക്കലാണ് ഉത്തമം. കാരണം എന്തെന്നല്ലേ, ഈ മയ്യത്തിന്റെ ഗുണഗണങ്ങളൊന്നും വിളിച്ചു പറയുന്നില്ലെങ്കിൽ പോലും അങ്ങനെ അങ്ങാടികളിലൂടെ പരസ്യമായി ഒരു അനൗൺസ്മെന്റ് നടത്തിക്കൊണ്ട് പോകുന്നത് നബിതങ്ങൾ വിരോധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ പെട്ടേക്കുമോ എന്ന് നമ്മേക്കാളെല്ലാം ഉത്തമരായ തലമുറയിലെ നേതാക്കന്മാര് ഭയപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കേണ്ടതില്ലേ? മഹാനായ നിങ്ങൾ നോക്കൂ, ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം അതാ ആളുകളോട് പറയാറുണ്ട്, അദ്ദേഹം വസിയത്ത് പോലും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എന്ത്? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ, ഇദാ മിത്തു, ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും എന്റെ മരണവാർത്ത ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കരുത്. എന്റെ മരണവാർത്ത നിങ്ങൾ അങ്ങനെ അറിയിപ്പ് നടത്തരുത്, പ്രഖ്യാപിച്ച് നടക്കരുത്. ഇന്നി അഖാഫു അൻ യകൂന നഇയാ, അല്ലാഹുവിന്റെ റസൂല് വിരോധിച്ച നഇയിൽ അത് പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കാരണം അല്ലാഹുവിന്റെ റസൂല് യൻഹാ അനിൻ നഇ, ഇങ്ങനെ മരണവാർത്ത വിളിച്ചു പറയൽ, അതങ്ങനെ അറിയിക്കൽ വിരോധിച്ചതായി ഞാൻ കേട്ടിരിക്കുന്നു എന്ന് ഹുദൈഫത്ത് റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ, സ്വാഭാവികമായ ഒരു അറിയിപ്പിനപ്പുറം അതിന് വലിയ രൂപത്തിലുള്ള ഒരു പബ്ലിസിറ്റി നൽകിക്കൊണ്ട് രാജ്യമൊട്ടാകെ വിളിച്ചു പറയാനുള്ള ഏർപ്പാടുണ്ടാക്കിയിട്ട് കവലകളിലും മാർക്കറ്റുകളിലും പോയിട്ടൊക്കെ ഇങ്ങനെ അനൗൺസ് ചെയ്യുന്ന സമ്പ്രദായം അതൊഴിവാക്കപ്പെടേണ്ടതാണ് എന്നതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നിങ്ങൾ നോക്കൂ, പലപ്പോഴും ജാഹിലിയ്യ കാലഘട്ടത്തിൽ എന്താണ് ഉണ്ടായിരുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള സംസ്കാരങ്ങളും സമ്പ്രദായങ്ങളും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് എന്താണ് വേണ്ടത്? മരണം നടന്നു എന്ന വാർത്ത ബന്ധുക്കളെയോ മറ്റോ ഒക്കെ മറ്റുള്ള സംവിധാനങ്ങളിലൂടെയൊക്കെ അറിയിക്കുകയും അതേ അവസരത്തിൽ ഇങ്ങനെ ശബ്ദമുയർത്തിയിട്ടൊരു അനൗൺസ്മെന്റ് ഏർപ്പാടാക്കിയിട്ട് മാർക്കറ്റുകളിലൂടെ റോഡുകളിലൂടെ ഇങ്ങനെ പരസ്യം ചെയ്തു പോകുന്ന സമ്പ്രദായം ജാഹിലിയ്യ നഈനോട്, ജാഹിലിയ്യ മരണവാർത്ത അറിയിക്കുന്ന സംസ്കാരത്തോട് സാദൃശ്യമുള്ളത് കൊണ്ട് അതൊഴിവാക്കലാണ് നല്ലത്, അതൊഴിവാക്കുകയാണ് വേണ്ടത് എന്നതാണ് പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ചു പറയുന്നത്. മാത്രമല്ല നമ്മുടെ നാട്ടിലൊക്കെ വേറെയും ചില ആചാരങ്ങളുണ്ട്. മരണവാർത്ത അറിയിക്കാൻ പലപ്പോഴും ബന്ധുക്കളുടെ വീടുകളിലേക്ക് ചില ആളുകളെ പറഞ്ഞേക്കണം എന്നൊരു അലിഖിതമായ നിയമങ്ങളുണ്ട്. വിവാഹ ബന്ധത്തിലൂടെ ഉണ്ടായ ബന്ധുക്കളുടെ വീട്ടിലേക്ക് ഇന്നയാളുടെ മരണം നടന്നിരിക്കുന്നു എന്നറിയിക്കാൻ സാധാരണ ഏതെങ്കിലും ആളുകളല്ല, അധകൃതരായ ഏതെങ്കിലും ചില ആളുകളെ, നമ്മുടെ നാട്ടിലുള്ള ചില ആളുകളെ, അമുസ്ലിമീങ്ങളായ ചില ആളുകളെയൊക്കെ ഏർപ്പാട് ചെയ്യുന്നു. മാത്രമല്ല അവരത് പറയാൻ ആ വീട്ടിലേക്ക് എത്തിയാൽ അവർക്ക് കിട്ടേണ്ട ചില അവകാശങ്ങളുണ്ട് പോലും. വെള്ളത്തുണി കിട്ടണം പോലും, വെറ്റില കിട്ടണം പോലും, അടക്ക കിട്ടണം പോലും. അങ്ങനെയൊക്കെയുള്ള ചില സംസ്കാരങ്ങൾ ഇങ്ങനെ മരിച്ചത് വിളിച്ച് മരിച്ചത് പറയാൻ വേണ്ടി പോകാൻ വേണ്ടി ചില നാടുകളിലൊക്കെ ചില പ്രത്യേകമായ ആളുകൾ പോലുമുള്ള അവസ്ഥയൊക്കെ നാട്ടിൻപുറങ്ങളിൽ കാണാറുണ്ട്. അതൊക്കെയും ഇസ്ലാമികമായ നിലയ്ക്ക് പലരും ഉണ്ടാക്കി തീർത്തിട്ടുള്ള അനാചാരങ്ങളാണെന്ന് നമ്മൾ ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. ഇനി സഹോദരന്മാരെ, അപ്പൊ അതിന്റെ കാര്യം അങ്ങനെയാണ്. എന്താ അപ്പൊ വേണ്ടത്? ഇങ്ങനെ അനൗൺസ്മെന്റ് സംഘടിപ്പിക്കാതിരിക്കലാണ് നല്ലത്. നമ്മൾ അത്ര മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ ഉണ്ടല്ലോ, അതൊരു വലിയ കാര്യമായിട്ടാണ്. അത് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ആചാരം ഉണ്ടാവല്. ഒരാളത് വിളിച്ചു പറഞ്ഞിട്ടില്ലെങ്കിൽ പറയും, കണ്ടോ അവന്റെ ബാപ്പ മരിച്ചിട്ട് അല്ലെങ്കിൽ ഉമ്മ മരിച്ചിട്ട് അല്ലെങ്കിൽ ബന്ധുക്കൾ മരിച്ചിട്ട് ഒരു ജീപ്പ് വിളിച്ചിട്ട് അനൗൺസ്മെന്റ് നടത്താൻ അവൻ തയ്യാറായില്ല, അക്കാശെങ്കിലും പോകുമോ എന്നുള്ള പിഷ്കനാണ് അവൻ എന്നുവരെ ആളുകൾ പിന്നെ പറയാൻ തുടങ്ങും.
ഇതൊക്കെ സഹോദരങ്ങളെ, ഇത് അവനവന്റെ ബന്ധുക്കളെയും മറ്റു ആളുകളെയും ഒക്കെ പെട്ടെന്ന് വിവരം അറിയിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ള ഈ കാലത്ത് പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു ആചാരം നമ്മൾ നടപ്പിലാക്കേണ്ടതില്ല. ആളുകൾ അതിന് കാരണം പറയുന്നത് എന്താണ്? ഒരുപാട് ആളുകൾ നമസ്കരിക്കാനും അതുപോലെ തന്നെ ജനാസയിലൊക്കെ പങ്കെടുക്കൂലേ, ഇതേ ന്യായമെന്തേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അറിഞ്ഞൂടെ? സഹാബിമാർക്ക് അറിഞ്ഞൂടെ? അവർക്ക് ആർക്കും ഇത് മനസ്സിലായിട്ടില്ലെന്ന് വരുമോ? ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പോലും നമുക്ക് പാടില്ലല്ലോ. നന്മയുടെ എല്ലാ വശങ്ങളും ഈ ലോകത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ചുകൊണ്ടല്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും ആ നബി തങ്ങളെ തുടർന്ന് ജീവിച്ചിട്ടുള്ള സ്വഹാബത്തും അവരെ തുടർന്ന് ജീവിച്ചിട്ടുള്ള താബീങ്ങളും ഒക്കെ ഉത്തമരായ തലമുറ കഴിഞ്ഞു പോയത്. അവർക്കൊന്നുമില്ലാത്ത ഒരു ഉദ്ദേശശുദ്ധി നമുക്കുണ്ടെന്ന് വരുത്തിയിട്ട് ചില ജാഹിലിയ സംസ്കാരങ്ങളോട് സാദൃശ്യമാകുന്ന നിലക്കുള്ള സമ്പ്രദായങ്ങൾ സ്വീകരിക്കാതിരിക്കലല്ലേ പ്രിയപ്പെട്ടവരെ നമുക്ക് കരണീയമായിട്ടുള്ളത് എന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. ഇനി സഹോദരന്മാരെ, മയ്യത്ത് ഈ ജനാസയുടെ അരികിൽ പിന്നെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ജനാസ ഇങ്ങനെ പൊതുദർശനത്തിന് വെക്കലും അതുപോലെ തന്നെ അതുകൊണ്ട് ഇങ്ങനെ ഊരു ചുറ്റി നടക്കലുമൊക്കെ ഇന്ന് നാടുകളിൽ കാണുന്ന ഒരു സമ്പ്രദായമാണ്. ജനാസ അതാദരിക്കപ്പെടേണ്ടതാണ്. അത് കൃത്യമായി തന്നെ അത് കാണാൻ നമുക്ക് അനുവാദമുണ്ട്. അതുപോലെ തന്നെ ആവശ്യമെന്ന് തോന്നുന്നുവെങ്കിൽ, അനുവദിക്കപ്പെട്ടവരാണെങ്കിൽ അവർക്ക് ജനാസ മയ്യത്തിന്റെ മുഖത്ത് ചുംബനമർപ്പിക്കാവുന്നതുമാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയും നമുക്കത് മാതൃക കാണിച്ചു തന്നതാണ്. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു തആല അൻഹു എന്ന സ്വഹാബി വഫാത്തായ നേരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജനാസക്കരികിലേക്ക് കടന്നു ചെല്ലുകയാണ്. ആ അവസരത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ, അവിടുത്തെ മയ്യത്ത് ആകെ തുണി കൊണ്ട് മൂടിയിട്ടിട്ടുണ്ട്. ഫകശഫ അൻ വജ്ഹിഹി, ആ മയ്യത്തിന്റെ മുഖത്ത് നിന്ന് തുണി അങ്ങ് നീക്കി പിടിച്ചിട്ട് അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ആ മയ്യത്തിന്റെ മുഖത്ത് ഫഖബ്ബലഹു, ചുംബനമർപ്പിക്കുന്നു. വബകാ, അവിടുന്ന് കരയുകയാണ്. ഹത്താ റഅയ്തു ദുമുഅ തസീലു അലാ വജനതൈ, നബി തങ്ങളുടെ ശറഫാക്കപ്പെട്ട കവിൾത്തടത്തിലൂടെ കണ്ണുനീരൊലിക്കുന്നത് ഞാൻ കാണുകയുണ്ടായി എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോ കരയുക അത് സ്വാഭാവികമാണ്. വേദനയുണ്ടാകുമ്പോ കരയും, മാനസികമായി വേദനിക്കുമ്പോഴും നന്നായി കരയും. പക്ഷേ പറയാൻ പാടില്ലാത്തത് പറഞ്ഞു പോകരുത്, ആർത്തട്ടഹസിക്കരുത്, മറത്തടിക്കരുത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചതുപോലെ ജാഹിലിയ നിയാഹത്തിൽ പെടുന്ന ഒരു നിലക്കുള്ള സംസ്കാരങ്ങളും ഉണ്ടാകാത്ത നിലക്ക്, ആ നിലക്ക് അവനവന്റെ ദുഃഖം മനസ്സിലടക്കി പിടിച്ചുകൊണ്ട് കണ്ണുനീരൊഴുകുന്നുവെങ്കിൽ അതൊരു തെറ്റല്ല. അങ്ങനെ മുഖം തുറന്ന് കാണുകയും ചുംബനമർപ്പിക്കുകയും ചെയ്യാവുന്നതാണ്. നബി തങ്ങൾ തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ വിവരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അറിഞ്ഞപ്പോ, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോ സ്ഥലത്തില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ചിലരൊക്കെ പറയാറുണ്ട്, ഒരാൾ മരണപ്പെടുമ്പോ അയാളോട് ഏറ്റവും ബന്ധമുള്ള ആളുകൾ മരണനേരത്തെ അവിടെ ഉണ്ടായിരിക്കും. ഇനി ഇതുവരെ അവിടെ ഉണ്ടായിട്ട് മരണത്തിന്റെ നേരത്തെ മാത്രം ഒരാൾ പുറത്തായി പോയെങ്കിൽ അതിന്റെ പേരിൽ വിമർശിക്കപ്പെടാറില്ലേ? സ്നേഹമില്ലാത്തത് കൊണ്ടാണെന്ന് പറയാറില്ലേ? ബഹുമാനമില്ലാത്തത് കൊണ്ട് പറയാറില്ലേ? കുരുത്തക്കേടാണെന്നൊക്കെ പല നാട്ടിൻപുറങ്ങളിലും പറയാറില്ലേ? പ്രിയപ്പെട്ടവരെ, എങ്കിൽ നിങ്ങൾ നോക്കൂ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അതാ അവിടുത്തെ ഉമ്മത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടയാളല്ലേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവിടുന്ന് രോഗിയായി കിടക്കുമ്പോഴും ഏതവസരത്തിലും രോഗസന്ദർശനത്തിന് വന്നിരുന്നയാളല്ലേ? സ്വന്തം മകളുടെ പുതിയാപ്പിള കൂടിയല്ലേ? ആ നിലക്കഥ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവും അല്ലാഹുവിന്റെ റസൂലുമായിട്ടുള്ള ബന്ധം നമ്മൾ വിശദീകരിക്കേണ്ടതില്ലല്ലോ. അത്രയൊക്കെ ബന്ധമുണ്ടായിട്ടും അതാ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തന്റെ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി തന്റെ ഉടമസ്ഥതയിലുള്ള തൊട്ടപ്പുറത്തുള്ള അല്പം ദൂരത്തുള്ള ഒരു സ്ഥലത്തേക്ക് പോയ നേരത്തല്ലേ മഹാനായ നബി തങ്ങളുടെ അന്ത്യം സംഭവിക്കും.
മരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന നേരത്ത് ആ സദസ്സിൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഇല്ല കേട്ടോ. അത് പറയുമോ ആരെങ്കിലും? അതാ അബൂബക്കറിന് കുരുത്തമില്ലാത്തത് കൊണ്ടാണ്. ഇതുവരെ ഉണ്ടായിരുന്നു, ഇതുവരെ നോക്കിയ ആളാണ്, ഇപ്പൊ മരിച്ചപ്പോ അതാ സ്ഥലത്തുണ്ടാകാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊക്കെ പലരും പലരെ കുറിച്ചും പറയാറില്ലേ. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു അതാ മരണവിവരം അറിഞ്ഞപ്പോ അത് തൊട്ടപ്പുറത്തുള്ള സ്ഥലത്ത് നിന്ന് അതാ തന്റെ കുതിരപ്പുറത്ത് വരുന്നു. വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഇങ്ങനെ മൂടി പുതച്ച് കിടത്തിയിരിക്കുകയാണല്ലോ. ആ തുണി അങ്ങ് നീക്കി ഫകശഫ അൻ വജ്ഹിഹി, അവിടെ മുഖത്ത് നിന്ന് തുണിയെടുത്ത് മാറ്റിയിട്ട് ഫഖബ്ബലഹു ബൈന ഐനൈഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ ഇരു കണ്ണുകൾക്കുമിടയിൽ അവിടുന്ന് ചുംബിക്കുന്നു. പിന്നീട് സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു തആല അൻഹു കരയുന്നു. എന്നിട്ടതാ അദ്ദേഹം അതാ സാദർഭികമായിട്ടൊരു വർത്തമാനം പറയുകയാണ്. ബിഅബീ അൻത വഉമ്മി യാ നബിയല്ലാഹ് ലാ യജ്മഉല്ലാഹു അലൈക മൗതതൈനി അമ്മൽ മൗതതുല്ലതി അലൈക ഫഖദ് മുത്തഹാ. സമാനമായ റിപ്പോർട്ടുകളിൽ വേറെയും വാചകങ്ങൾ കാണാൻ സാധിക്കും. ഈ അർത്ഥത്തിലുള്ള വാചകങ്ങൾ തന്നെ. എന്താണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു പറയുന്നത്? ബിഅബീ അൻത വഉമ്മി യാ നബിയല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അവരുടെ വിനയത്തിന്റെ ഒരു ശൈലിയാണ്. ഉമ്മയെ താങ്കൾക്ക് സമർപ്പിക്കാൻ ഞാൻ തയ്യാറാണ്, ഉപ്പയെ താങ്കൾക്ക് സമർപ്പിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ജീവിതകാലത്ത് അവർ വളരെ വിനയത്തോടുകൂടി സംസാരിക്കുന്ന ഒരു ശൈലിയാണത്. മരണശേഷവും അതേ ശൈലി തന്നെ നിലനിർത്തുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചുകൊണ്ട് അതാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു സഹായം തേടുന്നു എന്ന രൂപത്തിൽ ഇതേ സംഭവത്തെ ചിലരൊക്കെ ദുർവ്യാഖ്യാനിക്കുന്നു ഇപ്പോഴും. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു നബി തങ്ങൾ വഫാത്തായ ഉടനെ ചെന്നിട്ട് യാ നബി അല്ലാഹുവിന്റെ നബിയേ എന്ന് വഫാത്തായി കിടക്കുന്ന നബിയെ വിളിച്ചില്ലേ മൗലവിമാരെ? അതുകൊണ്ടാ ഞങ്ങൾ ബദരീങ്ങളെ വിളിക്കണം എന്ന് പറയുന്നത്, അതുകൊണ്ടാ ഞങ്ങൾ മമ്പറത്തെ തങ്ങളെ വിളിക്കണം എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് ഞങ്ങൾ മഹാത്മാക്കളെ വിളിച്ചുകൊണ്ട് സഹായം തേടുന്നത്. തെറ്റല്ല, അത് നല്ല കാര്യമാണെന്ന് പറയുന്നതൊന്നും ഇപ്പോഴും ദുർവ്യാഖ്യാനിക്കും. ഇവിടെ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു നബി കേൾക്കാൻ വേണ്ടി നബിനെ വിളിച്ചതല്ല. പിന്നെ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിക്കുന്ന രൂപത്തിൽ യാ നബി അല്ലാഹ് എന്ന് വിളിച്ചുകൊണ്ട് പിന്നെ പറയുന്നത് എന്താണ്? അല്ലാഹുവിന്റെ റസൂലിനോട് എന്താ പറയുന്നത്? ഇവര് പറയും പോലെയാണെങ്കിൽ നബിയോട് പഠിപ്പിച്ചു കൊടുത്തതാണോ എന്ത്? ഓ നബിയേ, നിങ്ങൾക്ക് 2 മരണം അല്ലാഹ് നിശ്ചയിച്ചിട്ടില്ല, നിങ്ങൾക്കും ഒരു മരണമേയുള്ളൂ നബിയേ. ആ നിശ്ചയിക്കപ്പെട്ട മരണം ഇതാ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. നബി തങ്ങളുടെ ജനാസക്കരികിൽ വന്നുകൊണ്ട് എന്തിന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞു? ഇത് നമ്മൾ ചിന്തിക്കണം. അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചിട്ട് നബിയേ നിങ്ങൾ മരിച്ചിരിക്കുന്നു കേട്ടോ, നിങ്ങൾ മരിച്ചിരിക്കുന്നു നബിയേ എന്ന് നബി തങ്ങളോട് പറഞ്ഞതാണോ? നബി തങ്ങളെ പഠിപ്പിച്ചതാണോ? നബി തങ്ങളെ ആ കാര്യം അറിയിക്കുകയാണോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഉദ്ദേശം? അല്ല, അല്ല. പിന്നെ ആരെ അറിയിക്കലാണ് ഉദ്ദേശം? അതിനാണ് ചരിത്രം നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുമ്പേ. നബി തങ്ങൾ വഫാത്തായി എന്ന വിവരം കേട്ടപ്പോഴേക്ക് അതാ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള പലരും അതാ എതിർത്ത് നിൽക്കുകയായി. മരിച്ചു എന്ന് പറയുന്നവരുടെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നു, മിണ്ടിപ്പോകരുത്. ഈ ഉറയിൽ നിന്ന് ഉമർ വാളൂരിയാൽ അത് ഉപയോഗിക്കാതെ ഉറയിലേക്ക് മടങ്ങില്ല. നേതാവ് മരിച്ചു എന്ന് പറഞ്ഞു പോകരുത്. മരിച്ചിട്ടില്ല, എന്റെ നേതാവ് മരിച്ചിട്ടില്ല, മുഹമ്മദ് നബി മരിച്ചിട്ടില്ല, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായിട്ടില്ല, ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് തുള്ളുകയാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള പലരുമുണ്ട്. ആ വിവരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അറിഞ്ഞിട്ടാണ് വരുന്നത്. വന്നിട്ട് ഈ സംഭവം കഴിഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് പോയിട്ടുണ്ട്. അടങ്ങ് ഉമറേ, അരുത്, ഈ അരുതായ്മയുടെ വർത്തമാനങ്ങൾ പറയരുത്. അപ്പോഴും സത്യം ചെയ്തുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വല്ലാഹ് മാമാത റസൂലുള്ളാഹി
അള്ളാഹനെ തന്നെയാണ് സത്യം, അള്ളാന്റെ റസൂല് മരിച്ചിട്ടില്ല, ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞ് വളരെയേറെ പ്രതിസന്ധിയും പ്രയാസവും അതുപോലെ തന്നെ ബഹളവും സൃഷ്ടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ നേരത്താണ് നബി തങ്ങളുടെ ആസനാജക്ക് സമീപത്ത് വന്നുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നത് എന്ത്? അല്ലാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ള മരണം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. നബി തങ്ങളോട് പറയുന്നത് പോലെ പറയുന്ന ശൈലി നബി തങ്ങളോടാണെങ്കിലും ഉദ്ദേശം മറ്റുള്ളവരെ പഠിപ്പിക്കലാണ്, ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ളവരെ ബോധ്യപ്പെടുത്തലാണ്. അങ്ങനെ ധാരാളം സംഭവങ്ങളില്ലേ, അങ്ങനെ ധാരാളം സംഭവങ്ങളില്ലേ. പറയുന്നത് ഒരാളോടുള്ള ശൈലിയിൽ പറയും, ഉദ്ദേശം അയാൾ പഠിപ്പിക്കലല്ല, അയാളെ കേൾപ്പിക്കലല്ല, മറ്റുള്ളവരെ അറിയിക്കലാണ്. നിങ്ങൾ നോക്കൂ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ തന്നെ ജീവിതത്തിൽ നടന്ന മറ്റൊരു കാര്യം. അവിടുന്നതാ കഅബ തവാഫ് ചെയ്യുന്ന നേരത്തെ ഹജറുൽ അസ്വദിനെ ചുംബിച്ചുകൊണ്ട് പറയുന്നു, ചുറ്റുഭാഗത്തും കൂടി നിൽക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ. ഹജറുൽ അസ്വദിനെ ചുംബിച്ചുകൊണ്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, ഓ കല്ലേ, നീ വെറും ഒരു കല്ലാണെന്ന് എനിക്കറിയാം. ഇന്നക്കി, നിശ്ചയമായും നീ ലാ തദുറു വലാ തൻഫഉ, നീ ഒരു ഉപകാരവും ചെയ്യാൻ നിനക്ക് സാധ്യമല്ല, ഉപദ്രവിക്കാനും സാധ്യമല്ലാത്ത കല്ലാണ് നീ എന്ന് എനിക്കറിയാം. പിന്നെ ഞാൻ എന്തിനാ നിന്നെ മുത്തമിട്ടത്? ഞാൻ എന്തിനാ പിന്നെ നിനക്ക് ചുംബനമർപ്പിച്ചത്? അള്ളാഹനെ തന്നെയാണ് സത്യം, അള്ളാന്റെ റസൂല് നിനക്ക് മുത്തമിടുന്നതായി നിന്നെ ചുംബിക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ ചുംബിക്കില്ല കേട്ടോ. ഇത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കല്ലിനോട് സംസാരിക്കും പോലെ സംസാരിച്ചതെന്തിനാണ്? കല്ലിനെ പഠിപ്പിക്കാനാണോ? കല്ലുകൾക്കും എന്ന നിലക്കാണോ? അല്ലല്ലോ, മറിച്ച് ചുറ്റുഭാഗത്തും അവിടുത്തിന്റെ കൂടെ തവാഫിന് പങ്കെടുത്ത മറ്റുള്ള ആളുകളോട് പഠിപ്പിച്ചു കൊടുക്കുന്നു. ചുംബനം അർപ്പിക്കുന്നത്, മുത്തമിടുന്നത്, വന്ദിക്കുന്നത് ഈ കല്ലുകൊണ്ട് ഉപകാരവും ഉപദ്രവവും കിട്ടും എന്ന നിലക്കല്ല, അള്ളാന്റെ റസൂല് ചെയ്ത ഒരു സുന്നത്തിനെ സ്നേഹിച്ചുകൊണ്ട് ആ കാര്യം എന്ന നിലക്കാണ് ചെയ്യുന്നത്. കണ്ടോ, ഒരാശയം അവിടെ പഠിപ്പിക്കുകയാണ്, ഒരാശയം അവിടെ പഠിപ്പിക്കുകയാണ്. സംബോധന ഒരാളോട്, ഉദ്ദേശം മറ്റുള്ളവരെ. ഇതാണിവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്യുന്നത്.